ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫ്രാക്ഷൻ്റെ അഡീഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ സങ്കലനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, കമ്പനി ബോർഡ് എക്സാം വരുന്നുണ്ട്, കമ്പനി ബോർഡിലെ LGS വരുന്നുണ്ട്, അതുപോലെ അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, അതുപോലെ VFA വരുന്നുണ്ട്. ഇവയിലെല്ലാം നമുക്ക് മാത്സിൽ ഫുൾ മാർക്ക് നേടുക എന്നത് ആവശ്യമല്ല, അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മാത്സ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അതിലെ ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, ഹിസ്റ്ററി പഠിക്കുകയാണ്, നമ്മൾ അതിലെ ഓരോ വർഷങ്ങളും നമുക്ക് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി ഒരുപാട് വായിച്ചാൽ മാത്രമേ നമ്മൾക്ക് അതിനുള്ള ആൻസർ എല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ മാത്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ അതൊന്നും അങ്ങനെയുള്ളതല്ല. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു പാറ്റേൺ തന്നിരിക്കുന്ന വെച്ചാൽ അതിൽ നിന്ന് ചെറുതായി വ്യത്യാസപ്പെടുത്തി മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്സ് നമുക്ക് ആദ്യം ഭിന്നസംഖ്യകളുടെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. എന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഫ്രാക്ഷൻ്റെ അഡീഷനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് മിശ്ര ഭിന്നത്തെ നമുക്ക് എങ്ങനെ സാധാ ഭിന്നമാക്കാം എന്നതിനെ കുറിച്ച് പഠിക്കാം. മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ അതിന് ഒരു റിയൽ നമ്പർ ഉണ്ടാവും, പിന്നെ ഒരു ഫ്രാക്ഷൻ പാർട്ട് ഉണ്ടാവും. അപ്പോൾ 6/3/4 ഇതൊരു മിശ്ര ഭിന്നമാണ്, അല്ലെങ്കിൽ മിക്സ്ഡ് നമ്പറാണ്, മിക്സ്ഡ് ഫ്രാക്ഷനാണ്. ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് സാധാ ഭിന്നമാക്കുക? അപ്പോൾ ഇത് ശരിക്കും മീൻ ചെയ്യുന്നത് 6 + 3/4 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇതാക്കാം? ഇത് 6 × 4 + 3 / 4. അതിൻ്റെ അർത്ഥം 6 × 4 24 + 3 / 4, അതായത് 24 × 3 27/4, അതായത് 6.75. അപ്പോൾ 6/3/4 എന്ന് പറയുന്നത് എന്താണ്? 6.75 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 27/4 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷൻ എന്ത് ആക്കണം? അങ്ങനെ ചെയ്യുക. അപ്പോൾ B/C എന്നുള്ളൊരു നമ്പറാണ് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ റിയൽ നമ്പറിനെ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഫ്രാക്ഷൻ്റെ അംശമായിട്ട് ആഡ് ചെയ്യാം. ഈ മൊത്തം സമ്മിനെ എന്ത് ചെയ്യണം? ഛേദം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനാക്കി മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷൻ ആക്കുന്നത് കണ്ടുപിടിച്ചല്ലോ. ഇനി വീണ്ടും നമുക്ക് നോക്കാം. ഒരു 8 1/5. അപ്പോൾ ഇത് എത്ര വരിക? ഇത് 1/5 പറയുമ്പോൾ 0.1 വരിക. അപ്പോൾ 8.2 വരും. ഇതിന് നമ്മൾ സാധാ ഭിന്നമാക്കുമ്പോൾ എത്ര വരും? 8 × 5 റിയൽ നമ്പറിന് ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ അംശം കൊണ്ട് ആഡ് ചെയ്യുക. ആ മൊത്തം സംഖ്യനെ എന്ത് ചെയ്യണം? ഛേദം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 8 × 5 41/5. അപ്പോൾ ഇതാണ് സാധാ ഫ്രാക്ഷൻ. 8 1/5 = 41/5. ഇതാണ് കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 8 1/5 ചെയ്തിരുന്നു, 8 1/5 ചെയ്തിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പറിനു എത്ര? 8 × 5 + 1/5. ഇത് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 8 + 1/5. അപ്പൊ നമ്മൾ 8 1/5 എന്ന് എഴുതിയാൽ അതിന് നമ്മൾ 8 + 1/5 എന്ന് മനസ്സിലാക്കണം. ഇത് നോട്ട് ഈക്വൽ ടു 8 + 1/5. 8നെയും 1നെയും 5 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല, 1നെ മാത്രമാണ് 5 കൊണ്ട് ഹരിച്ചിട്ട് ആഡ് ചെയ്യേണ്ടത്. B/C എന്നുള്ള സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ A + B/C ആണ്. A which is not equal to A + B / C. ഈ ഫസ്റ്റത്തെ അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റത്തെ അതിൽ ബിനെ മാത്രം സി കൊണ്ട് ഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സംഖ്യയിൽ എന്താണ്? രണ്ടാമത്തെ സംഖ്യയിൽ എനെയും ബിനെയും ആഡ് ചെയ്തിട്ട് അതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഇത് രണ്ടും ഈക്വലൻ്റ് അല്ല, തുല്യമല്ല. അത് നമ്മൾ ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടേണ്ടത് എന്ന് പഠിക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ഇപ്പം ഞാൻ തരികയാണ്. 1/3 + 2/3 1/3 + 2/3. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മുടെ ഇവിടെ കണ്ടു
ഡിനോമിനേറ്ററിൽ സംഖ്യകളെല്ലാം ഈക്വൽ ആണ്. 3 തന്നെയാണ് വരുന്നത്. ഫസ്റ്റത്തെ സംഖ്യയിൽ 3 തന്നെയാണ് വരുന്നത്, രണ്ടാമത്തെ സംഖ്യയിലും 3 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, താഴത്തെ സംഖ്യ അതുപോലെ എഴുതി. എത്ര എഴുതി? ഛേദം അതുപോലെ എഴുതി. എന്നിട്ട് മേലെയുള്ള അംശം അങ്ങനെ കൂട്ടി. ഓക്കെ, അപ്പൊ എത്ര വരിക? 1 + 2 3, 3/3 1. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെയാണെങ്കിൽ, അപ്പോൾ a/b + c/b + d/b അങ്ങനെ എത്ര സംഖ്യ വന്നാലും ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെയാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിനെ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇനി നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾ ഇത് തന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താ കണ്ടീഷൻ വെച്ചാൽ, നമ്മുടെ എല്ലായ്പ്പോഴുമുള്ള ആവശ്യകത എന്ന് പറയുന്നത് ഓരോ സംഖ്യകളുടെയും ഡിനോമിനേറ്ററിനെ എല്ലാത്തിനെയും ഒരുപോലെ ആക്കുക എന്നതാണ് ഫസ്റ്റത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് പലവിധ മെത്തേഡുകളിൽ ചെയ്യാം എന്നതാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു സംഖ്യ തന്നെയാണ് 1/2 + 1/3. ഇവിടെ വന്നിട്ട് ഛേദം ഒരുപോലെയല്ല. അപ്പൊ നമ്മുടെ പണി എന്താണ്? നമുക്കിന്റെ പണി എന്ന് പറയുന്നത് ഛേദത്തെ ഒരുപോലെയാക്കലാണ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഒരു 3 ഉണ്ട്, ഇവിടെയാണെങ്കിൽ 2 ഉള്ളത്. അപ്പൊ ഈ 3നെ ഫസ്റ്റ് സംഖ്യയിൽ ഈ രണ്ടാമത്തെ സംഖ്യയുടെ ഛേദത്തെ കൊണ്ട് ഗുണിക്കാം. അതുപോലെ രണ്ടാമത്തെ സംഖ്യയിൽ ഫസ്റ്റത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ വരിക? 1 × 3/2 × 3. എനിക്കിങ്ങനെ എഴുതാലോ. അതായത് നമ്മൾ ഒരു സംഖ്യയുടെ, ഇപ്പോൾ a/b എന്നുള്ള ഒരു സംഖ്യ തരികയാണ്, ഒരു ഭിന്നസംഖ്യ തരികയാണ്. ഈ a/b എന്ന സംഖ്യനെ നമ്മൾ a മേലെ ഒരു d എന്നുള്ള ഇതുകൊണ്ട് ഗുണിക്കുകയാണ്. അതുപോലെ താഴെയും അല്ലെങ്കിൽ ഏതൊരു സംഖ്യ ഒരു d എന്നുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെന്ന് വെച്ചാൽ ഇവ രണ്ടും ഇക്വലന്റ് ആണ്. ഒന്നും കൂടി പറയാന്ന് വെച്ചാൽ 3/2 which is equivalent to നമ്മൾ 3 × 2 / 2 × 2 ചെയ്യണം. അപ്പോൾ എത്ര വരും? 3 2 6, 2 4. ഇത് രണ്ടും ഈക്വലന്റ് ആണ്. ഇനി നമ്മൾ വീണ്ടും ചെയ്യണം 3 × 3 / 2 × 3. അതായത് 3 9, 2 3 6. ഇവയെല്ലാം ഈക്വലന്റ് ആണ്. അപ്പോൾ 3/2 = 6/4 = 9/6. അതായത് ഒരു ഭിന്നസംഖ്യയെ അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് കിട്ടുന്ന സംഖ്യ അവ എന്തായിരിക്കും? ഇക്വലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപോലെയുള്ളവയായിരിക്കും. ഇനി നമുക്ക് കണക്കിലേക്ക് തിരിച്ചാം. അപ്പോൾ 1 × 3 / 2 × 3 പ്ലസ് ഇനി രണ്ടാമത്തെ സംഖ്യ ഫസ്റ്റ് സംഖ്യയുടെ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരിക 1 × 2 / 3 × 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? ഫസ്റ്റത്തെ സംഖ്യ 1 × 3 3 ഡിവൈഡഡ് ബൈ 2 × 3 6 പ്ലസ് 1 × 2 2 പ്ലസ് 3 × 2 6. അപ്പോൾ ഇവിടെ എല്ലാം എന്തായി? ഛേദം ഇക്വലന്റ് ആയി. അപ്പോൾ ഛേദത്തിന് അങ്ങനെ എഴുതി 3 + 2 അങ്ങനെ എഴുതി 3 + 2 എത്രയാണ്? 5 5/6. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ. അടുത്തൊരു എക്സാമ്പിൾ പറയാൻ നോക്കിയാൽ, ഇപ്പോൾ a/b + c/d എന്നുള്ളൊരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ 2 സംഖ്യകളാണ് തന്നിരിക്കുന്നത് വെച്ചാൽ a × d + b × c ഡിവൈഡഡ് ബൈ b × d. ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇതൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കാതെ മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ ഫസ്റ്റത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഛേദത്തെ നമ്മൾ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സംഖ്യയായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇനി ഇതേ സംഖ്യ തന്നെ പിന്നെ നമ്മൾ എടുത്ത് 1/2 + 1/3 എടുത്തു. ഈ 1/2 + 1/3 തന്നെ നമ്മൾ വേറൊരു സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് അറിയില്ല അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? ഈ മുകളിലും താഴെയും ഒരുപോലെ ഒരു 12 എന്നുള്ള സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 1/2 × 12 പ്ലസ് 1/3 × 12. അപ്പൊ എന്താ വരിക? ഈ 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 വരും. അപ്പൊ 6/12 പ്ലസ് ഇവിടെ എത്ര വരിക? 4 വരും. 4/12. അപ്പൊ എത്ര വരും? 6 + 4 10 ഡിവൈഡഡ് ബൈ 12, അതായത് 5/6. ഇങ്ങനെയും ചെയ്യാലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഇതിൽ വന്നിട്ട് നമ്മൾ വെറുതെ ഒരു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇതന്നെ ഞാൻ ഒന്നും കൂടി നോക്കാം. 1/2. അപ്പോൾ 1/2നെ ഞാൻ ഇവിടെ 6ലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മേലെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3/6 ആക്കി. അതുപോലെ ഇവിടെ 6 ആക്കാൻ പറ്റും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2/6 എന്ന് എഴുതി, അത് 5/6. ഇങ്ങനെ നമുക്ക് ചെയ്യാം. എല്ലാം വെച്ചാൽ അടുത്തൊരു കേസ്. അപ്പോൾ 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/8 ഇങ്ങനെ ഒരു സംഖ്യ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെന്താ ചെയ്യുക, ഇതിന് നമുക്ക് ഒരു ഐഡിയ ചെയ്യാം. ഇതിന് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന് LCM മെത്തേഡ്. LCM അപ്പോൾ 2, 3, 4, 8 ഇതിൻ്റെ LCM എടുത്താൽ എത്ര വരും? നമുക്കാദ്യം 2 കൊണ്ട് നോക്കാം. 1, 3, 2, 4. ഇനി വീണ്ടും 2 കൊണ്ട് ഹരിച്ചൂടെ? 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 1, 3, 1, 2. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ LCM പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 2 × 2 × 3 × 2. 2, 4, 3, 12, 24. 24 ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. അല്ലെങ്കിൽ LCM കാണാൻ വേറെ എന്താ വഴി? ഈ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഈ തന്നിട്ടുള്ള ഛേദത്തിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 8. അപ്പോൾ നമ്മളിതിൽ ഇങ്ങനെയുള്ള മെത്തേഡിൽ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൻ്റെ LCM ആണ് കാണേണ്ടത്. ഈ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇതിൽ 8. ഈ 8നെ എല്ലാ സംഖ്യകളും കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. 8നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 8 ഇതിൻ്റെ LCM അല്ല. ഇനി നമുക്ക് 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 16 വരും. 16നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 16നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 16 ഇതിൻ്റെ LCM അല്ല. ഇനി 16 അടുത്തത് 3, 24. 24 എടുത്തു. 24നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കാരണം 8 × 3 ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 24നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? പറ്റും. 6, 4, 24. ഇനി 24നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? പറ്റും. 8, 3, 24. പിന്നെ അടുത്തത് 24നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? പറ്റും. ആൻസർ 12 വരും. അപ്പോൾ ഇതിലെ LCM എന്ന് പറയുന്നത് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 24 ആയിട്ട് വരും. ഇനി ഈ 24ലോട്ട് എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യാം. ഈ 24ലോട്ട് എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 12/24 പ്ലസ് ഇവിടെ എത്ര? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മേലെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8×24. ഇനി അടുത്ത എത്ര വരും? 6/24 വരും പ്ലസ് 3/24 വരും. അപ്പോൾ ടോട്ടൽ 24 കൊണ്ട് ഹരിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടുക. 12 8 20, 26 3 29. 29/24. 29/24 പറഞ്ഞാൽ എത്രയാണ്? 24 പ്ലസ് 5/24 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ 24/24 1 പ്ലസ് 5/24 എന്ന് എഴുതി കൂടെ, അതായത് 5/24 എന്ന് എഴുതി കൂടെ. ഇങ്ങനെയാണ് ഭിന്നസംഖ്യയുടെ സങ്കലനം ചെയ്യേണ്ടത്. ഇത് ഒരു മെത്തേഡ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/8. അപ്പോൾ നമ്മൾ ഇതിൻ്റെ LCM കണ്ടുപിടിച്ചു 24 എന്ന്. അപ്പോൾ ഈ 24 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 1/2 × 24/24. ക്ലിയർ ആണല്ലോ? പ്ലസ് 1/3 × 24/24 പ്ലസ് 1/4 × 24/24 പ്ലസ് 1/8 × 24/24. അപ്പോൾ എത്ര വരും? 12/24 പ്ലസ് 8/24 പ്ലസ് 6/24 പ്ലസ് 3/24. അപ്പോൾ എത്ര വരിക? 12, 20, 26, 3, 29/24 എന്നുള്ള ആൻസർ വരും. അപ്പോൾ ഡിനോമിനേറ്ററിനെ LCMലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ ന്യൂമറേറ്ററിനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കുക. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റായി അറിയാവുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ എന്താ ചെയ്തത്? 12 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് 12/24 എന്ന് നമ്മൾ എഴുതി. പ്ലസ് ഇവിടെ 24 എത്തിക്കാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അറിയാം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അങ്ങനെ ചെയ്തു. പ്ലസ് ഇവിടെ നമുക്ക് 24 എത്തിക്കാൻ ന്യൂമറേറ്ററിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഡിനോമിനേറ്ററിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 6 6/24 പ്ലസ്
3/24 ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. 3 1/4 പ്ലസ് 5 1/7 പ്ലസ് 2 3/5 ഇങ്ങനെ ഒരു സംഖ്യ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മിശ്ര ഭിന്നമാണ്. ഇവ നമുക്ക് എങ്ങനെ കൂട്ടാം? മിശ്ര ഭിന്നം കൂട്ടാൻ രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇതെല്ലാം സാധാ ഭിന്നമാക്കാം. അതിനു മുമ്പ് നമുക്ക് വേറെ മെത്തേഡ് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം? ഈ റിയൽ നമ്പേഴ്സിനെ എല്ലാം കൂട്ടുക. അപ്പോൾ 3 + 5 + 2 എത്ര വരിക? 3 5 8 8 2 10 വരും. ഇനി ഭിന്നസംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുക. 1/4 + 1/7 + 3/5 ഇത് കൂട്ടുമ്പോൾ എത്ര വരിക? ഇവ മൂന്നും പരസ്പരം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മൂന്നും മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും 4 7 28 28 × 5 28 × 5 നമുക്ക് പല വിധത്തിൽ ചെയ്യാം. ഒന്നിനെ ഇങ്ങനെ നേരെ മൾട്ടിപ്ലൈ 8 40 സിസ്റ്റം 4 2 10 14 ഇങ്ങനെ ഒരു മെത്തേഡ്. അല്ലെങ്കിൽ ഈ 28നെ 5 എന്ന് പറയുന്നത് 10/2 ആണല്ലോ. ഇപ്പൊ 10/2 ആകുമ്പോൾ 28/2 14 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 0 ആഡ് ചെയ്താൽ മതി. 140 ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? അടിയിൽ 140 വരുത്തണം. അപ്പോൾ 140 വരുത്തണമെങ്കിൽ 1/4 എന്ത് ചെയ്യാം? 4നെ 140 എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 7 5 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 7നെ 140 എത്തിക്കാൻ എന്ത് ചെയ്യണം? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 20 × 7 140 മേലെയും 20 × 7 140 പ്ലസ് 5നെ 140 എത്തിക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 28 × 3 28 × 3 പറയുമ്പോൾ എത്ര വരും? 3 24 20 60 60 84 വരും. അങ്ങനെ കൂട്ടിയത് 28 × 30 28 × 3 അപ്പോൾ 20 × 3 60 ബാക്കിയുള്ള 20 + 8 ഒന്നും കൂടി പറഞ്ഞുതരാം. 28 × 3 ചെയ്യാൻ 20 + 8 × 3 നമുക്ക് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 60 + 3 24 60 + 24 84 ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് സം ചെയ്യുമ്പോൾ എത്ര വരും? 80 30 110 115 119 139 ഡിവൈഡഡ് ബൈ 140 ഇതാണ് ആൻസർ വരിക. അപ്പോൾ എങ്ങനെയാണ് മിശ്രഭിന്നം ചെയ്യേണ്ടതെന്ന് പഠിച്ചല്ലോ. ആദ്യം നമ്മുടെ റിയൽ നമ്പേഴ്സിനെ കൂട്ടുക. അതിനുശേഷം ഭിന്ന സംഖ്യകളെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുക. ഇങ്ങനെ ഈസി ആയി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവ എല്ലാത്തിനെയും ആദ്യം ഈ മിശ്ര ഭിന്നത്തെ സാധാ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പോൾ 3 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 3 1/4 എന്ന് പറയുന്നത് 3 3 × 4 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 അതായത് 3 12 1 13/4 ആണ്. 5 1/7 എത്രയാവും? 7 35 36/7 ആവും. ഇനി 2 3/5 എത്രയാവും? 2 10 13 2 3/5 2 10 13/5 വരും. ഇനി ഇപ്പോൾ നമ്മൾ കൂട്ടിയാൽ എങ്ങനെ വരും? 13/4 + 36/7 + 13/5. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ 4നെ 140 എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അതായത് അത് കണക്കൂട്ടാൻ ഈസിയാണ്. ഇവിടെ 4 ബാക്കിയുള്ള സംഖ്യകൾ 2 ഉണ്ടല്ലോ. 7 5 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഗുണിക്കേണ്ടതാണ് 13നെയാണ് 35 കൊണ്ട് ഗുണിക്കേണ്ടത്. ഇതൊരു വലിയ സംഖ്യ ആയിരിക്കും. ഈ 13 × 35 ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. 13 × 35 ഈ 13 × 35 നമുക്ക് എന്ത് എഴുതാം? 13 × 70/2 എന്ന് എഴുതി കൂടെ. അതായത് 13ന്റെ ഇതാക്കുമ്പോൾ 6.5 × 17 വരും. 65 × 7 എഴുതി കൂടെ എഴുതാൻ പറ്റും. കാരണം ഈ പോയിന്റ് ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 6.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാവും. അപ്പോൾ 6.5 എന്നുള്ളത് 65 × 7 ആവും. ഇത് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 7 35 സിസ്റ്റം 3 6 7 42 45. ഇപ്പോൾ നോക്ക്, ഇതിപ്പോൾ നമ്മൾ 455 അങ്ങനെയുള്ള വലിയ സംഖ്യയിലേക്ക് പോയിട്ട് വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആദ്യം റിയൽ നമ്പർ മാത്രം കൂട്ടിയിട്ട് അതിനുശേഷം ഭിന്നസംഖ്യകളെ സെപ്പറേറ്റ് ആയി കൂട്ടി ഇവ തമ്മിൽ എഴുതുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന്റെ ആൻസർ എത്ര വരിക? നമ്മൾ കണ്ടുപിടിച്ചു. റിയൽ നമ്പർ 10 വരും. പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 139/140. ഇതാണ് ആൻസർ വരിക. ഇനി ഇതിനെ സാധാ ഭിന്നമാക്കണമെങ്കിൽ എത്ര വരും? 1400 140 × 10 1400 + 139 1400 139 1539 ഡിവൈഡ് ബൈ 140 വരും.
അപ്പോൾ ഇങ്ങനെ ഭിന്നസംഖ്യകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിനെ ഫസ്റ്റ് കൂട്ടിയതിനു ശേഷം ഭിന്നസംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിയിട്ട് അവ ആഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡ്. നമുക്ക് എന്തായാലും ഇത് എഴുതിയ സ്ഥിതിക്ക് ഇതും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 455 ഡിവൈഡ് ബൈ 140 പ്ലസ് 36 ഇൻറ്റു 20 ചെയ്യണം. 36 2 72 720 ബൈ 140 എത്തി. പ്ലസ് 13 ഇൻറ്റു 28 13 ഇൻറ്റു 28 ചെയ്യുമ്പോൾ എത്ര വരും? 13 24 സിസ്റ്റം 2 14 16 സിസ്റ്റം 1 2 1 3 364 വരും. 364 ഡിവൈഡഡ് ബൈ 140 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായി? 700 300 1000 1400. ബാക്കി 50 20 70 60 50 110. ഓക്കെ, 110 130 135 139 139 1400 1539 ഡിവൈഡ് ബൈ 140. അപ്പോൾ ഈ ഒരു സംഖ്യ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ചും കൂടി ടിഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനേക്കാൾ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിയൽ നമ്പേഴ്സിനെ കൂട്ടുക, അതിനുശേഷം ഭിന്നസംഖ്യകളെ കൂട്ടുക. ആ ഒരു മെത്തേഡാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷനും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ കണക്കുകളും നമുക്ക് നോക്കാം. ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ.